വൈകിട്ടുള്ള തിരക്കുള്ള ട്രെയിനിൽ പോയി മടുത്തിട്ടാണ് ഒരു വെറൈറ്റിക്ക് ഇപ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് പോകുമ്പോൾ രാവിലെയുള്ള ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചത്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾക്കിപ്പോൾ സ്റ്റഡി ലീവാണ്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിന്ന് മിക്കവന്മാരും നാട്ടിൽ പോയാൽ പഠിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ തന്നെ തങ്ങി. ഞങ്ങൾ കുറച്ച് പേരുള്ളായിരുന്നതുകൊണ്ട് എല്ലാവരും ഒരു റൂമിലാണ് കിടക്കുന്നത്. ഇവിടെ നിന്ന് നേഴ്സിംഗ് പഠിക്കുന്ന കുറച്ച് പേരൊക്കെ രാവിലെ എണീച്ച് പോയി ക്ലാസ് ഉള്ളതുകൊണ്ട്. ഞാനും ലേറ്റായിട്ടാണ് എണീക്കുന്നത്. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ എണീറ്റു. പിന്നെ ഞാൻ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് റെഡിയായി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നേരെ കോളേജിലോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അന്നത്തെ ഫുഡ് അപ്പവും പിന്നെ വേറെ ഒരു കറിയായിരുന്നു. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞ് നേരെ കോളേജ് ലൈബ്രറിയിലേക്ക് പോയി എന്തെങ്കിലും പഠിക്കാനായിട്ട്. ഞാൻ ഇന്നും തന്നെ ലൈബ്രറി പോയി പഠിക്കാറില്ല, വല്ലപ്പോഴും ഒക്കെ പോകാറുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞ് കൂട്ടുകാരൊക്കെ വരും. പിന്നെ നമ്മൾ എന്തെങ്കിലും കമ്പനി സ്റ്റഡി ചെയ്യും. അത് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സ്റ്റഡി ലീവ് ഒരാഴ്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം എനിക്ക് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ രാവിലത്തെ ട്രെയിനാണ് പോകാൻ തീരുമാനിച്ചത്. എൻ്റെ ഒരു കൂട്ടുകാരാണ് രാവിലെ സ്റ്റേഷൻ വരെ കൊണ്ടാക്കിയത്. അങ്ങനെ ഞാൻ സമയത്തിന് എന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് ട്രെയിനിൽ കയറി. ട്രെയിനിൽ വലിയ തിരക്കേ ഇല്ലായിരുന്നു, മിക്ക സീറ്റും കാലിയായിരുന്നു. പിന്നെ ഞാൻ ബാഗ് സേഫായിട്ട് എടുത്ത് വെച്ചിട്ട് ബെർത്തിൽ കയറി നന്നായിട്ട് കിടന്ന് ഉറങ്ങി. കുറെ കഴിഞ്ഞ് ഞാൻ ഉറക്കം വേണ്ടിയിട്ട് വന്നിട്ടും ട്രെയിനിൽ വലിയ തിരക്കേ ഇല്ലായിരുന്നു. രാവിലെ വന്ന് കയറുന്നത് പ്രത്യേകിച്ച് ഫുഡൊന്നും വാങ്ങിച്ചതുമില്ല. ഞാൻ ആകെ വാങ്ങിച്ചത് ഒരു മിൽക്ക് ഷേക്ക് മാത്രമാണ്. പിന്നെ അതും കുടിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി ഇങ്ങനെ നിന്നു കുറെ നേരം. ഒരു സ്ഥലത്തെത്തിയപ്പം പുറത്തെ വ്യൂ ഒക്കെ അത്യാവശ്യം നൈസായിരുന്നു. മലയും കുറെ തെങ്ങും തോപ്പും അതൊക്കെ നൈസായിരുന്നു. പക്ഷെ എനിക്ക് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും മടുത്തു തുടങ്ങി. ഒന്നാമത്തെ കാര്യം ചൂട്, പിന്നെ രാവിലെ കയറിയാണൊന്നും കഴിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ ഒരു ഏകദേശം ഒരു 4 മണി ആയിട്ടാണ് ഞാൻ എറണാകുളത്ത് എത്തിയത്. ഇവിടുന്ന് അടുത്ത ട്രെയിൻ പിടിക്കണം. ഇവിടുന്ന് ചെങ്ങന്നൂരോട്ടാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയി ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഒരു ഹോട്ടലിൽ കയറി മസാല ദോശയും ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അത് ഞാൻ അടുത്ത ട്രെയിനിന് വേണ്ടി നോക്കിയിരുന്നു. ആ ട്രെയിൻ വളരെ ലേറ്റ് ആയിരുന്നു. 6 മണി കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ അതിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് ചെറുതായിട്ട് മഴ തുടങ്ങി. അങ്ങനെ ഒരു 8:30 കഴിഞ്ഞപ്പോഴാണ് ചെങ്ങന്നൂർ എത്തിയത്. അവിടെ എത്തിയപ്പോൾ എൻ്റെ മെയിൻ വില്ലൻ വേറെ ആരും ആയിരുന്നില്ല, മഴയായിരുന്നു. നല്ല മഴയായിരുന്നു അവിടെ. പിന്നെ രണ്ടും കൽപ്പിച്ച് കുടയില്ലാത്തതുകൊണ്ട് ഞാൻ ജാക്കറ്റ് വിട്ട് ഞാൻ മഴയത്തോട്ട് ഇറങ്ങി ഓടി ബസ് സ്റ്റോപ്പ് തപ്പി. കാരണം ചെങ്ങന്നൂർ എൻ്റെ സ്ഥലമല്ല, എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതാണ് ഇവിടെ. പിന്നെ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ച് അടുത്തുള്ള ഷവർമ്മ കടയിൽ നിന്ന് ഷവർമ്മയെ വാങ്ങിച്ച് അവിടെ നിന്ന് ബസ്സിലേക്ക് കയറി. പിന്നെ സ്ഥലം എത്തിയപ്പോൾ എന്നെ കാത്തവനോട് നിൽപ്പുണ്ടായിരുന്നു. ഇവൻ്റെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വഴി വന്നത്. പിന്നെ അവിടെ നേരെ അവൻ്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ഇന്നത്തെ മൊത്തം യാത്ര പറ്റി പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ഒരു ദിവസം മൊത്തം ട്രെയിനിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ബോറിംഗ് ആണ്. കമ്പനിക്കാരും ഇല്ലെങ്കിൽ അതിലും ബോറിംഗ് ആണ്. പിന്നെ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടു, അത്രേ ഉള്ളൂ. എന്തായാലും ഇനി ഞാൻ ഇങ്ങനെ മാക്സിമം വരാതിരിക്കാൻ നോക്കത്തുള്ളൂ. കാരണം മറ്റേതാണെങ്കിൽ പെട്ടെന്ന് എത്തുകയും ചെയ്യും. ഒറ്റ ട്രെയിൻ കാരൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.